ഇത് സാധാ റോസ് മിൽക്കല്ല. ഈ നോമ്പ് കാലത്ത് ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയൊരു ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ഈ റോസ് മിൽക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാദാം പിസ്. ഈ ബാദാം പിസിനെ കുറിച്ച് എത്ര പേർക്കറിയാം? റെസിപ്പി ഞാൻ തുടർന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ബിരിയാണി ബസാർ വളരെയധികം വിപുലീകരിച്ച കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആദ്യം നമുക്ക് പലവ്യഞ്ജനങ്ങളായിരുന്നു. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വൻ ശേഖരണം തന്നെ ഉണ്ട് അവിടെ. ബിരിയാണി ബസാർ പറയുമ്പോൾ കല്യാണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കൊടുത്തിരുന്നൊരു സ്ഥാപനമായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വളരെയധികം വിപുലീകരിച്ച് മറ്റൊരു സ്ഥാപനം വന്നിരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വൻ കലവറ തന്നെയാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ ബാദാം പിസ് വാങ്ങിയത്. ബാദാം പിസിനെ പറ്റി ആദ്യമായി എനിക്ക് പറഞ്ഞത് കോയമ്പത്തൂരുകാരിയായ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. ബിരിയാണി ബസാറിന് ഞാൻ കുറച്ച് ബാദാം പിസ് വാങ്ങിക്കൊടുന്നു. അതിനുശേഷം ഞാൻ പാത്രത്തിലാക്കി അടച്ചു വെച്ചതിന് ശേഷം അതിൽ നിന്ന് 2 എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. ഒരു 6-7 മണിക്കൂറെങ്കിലും നമുക്ക് കുതിർത്താൻ വെക്കണം കേട്ടോ. നോമ്പ് കാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ മതി. അപ്പോൾ നമ്മൾ കാലത്ത് ഇട്ട് വെച്ച് വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നമുക്ക് നല്ലപോലെ കുതിർന്ന് കിട്ടും. അല്ലെങ്കിൽ രാത്രി കുതിർത്തിയതിന് ശേഷം കാലത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് പാല് ഞാൻ നല്ലപോലെ വറ്റിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് പാലിന് നമുക്ക് പകുതിയാക്കണ രീതിയിൽ കുറുക്കിയെടുക്കണം. നമ്മുടെ ബാദാം പിസ് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. കുതിർന്ന് വരുമ്പോൾ ഇതേപോലെ ഒരു ജെല്ലി രൂപത്തിലായിരിക്കും കേട്ടോ. റോസ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി മിക്സർ ജാറിലേക്ക് 4 ഡ്രോപ്സ് അളവിൽ ടൈഗറിൻ്റെ റോസ് എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കാവുന്നുള്ളൂ. ഒരു പാക്കറ്റ് പാൽ കുറുക്കി റോസ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ 4 ഗ്ലാസ് അളവിൽ കിട്ടും. പഞ്ചസാരയും റോസ് എസൻസും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പാൽ കുറുക്കിയെടുത്തത് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളമോ ഐസ് ക്യൂബോ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ബാദാം പിസ് നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം തണുപ്പാണ്. മുടി കൊഴിച്ചിലിനൊക്കെ തടയാൻ വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിരിക്കാൻ പറ്റിയൊരു ഇൻഗ്രീഡിയൻസ് ആണ്. ചെറു ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നത്. പാല് നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ പാൽപ്പാടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ചെയ്യണത്. 2 ടീസ്പൂൺ അളവിൽ കസകസയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുതിർത്തിയെടുത്ത ബാദാം പിസിൻ്റെ ഒരു പകുതിയോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാദാം പിസ് ജെൽ രൂപത്തിലായതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. ബാദാം പിസിനെ കുറിച്ച് കൂടുതൽ അറിവും അത് നല്ലപോലെ ഉപയോഗിക്കുന്ന തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാടിൻ്റെ ഒരു അതിർത്തി ആയതുകൊണ്ട് പാലക്കാടും ഈ സാധനം കിട്ടുന്നുണ്ട്. ഏതൊക്കെ ജില്ലയിൽ കിട്ടും കിട്ടാത്തതെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബിരിയാണി ബസാർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹാജി ടെക്സ്റ്റൈൽസിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് വളരെയധികം ഉഷാറാക്കാൻ പറ്റിയ എല്ലാ ജ്യൂസുകളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നോമ്പ് കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നൊരു സ്ഥാപനമാണ് ബിരിയാണി ബസാർ. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. പാലക്കാടുള്ളവരൊന്നും മറക്കണ്ട. അതേപോലെ മഹാരാജയുടെ ഉഴുന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എവിടെ നിന്ന് കിട്ടും ചോദിച്ചിരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ മഹാരാജയുടെ ഉഴുന്ന് വാങ്ങിയിരുന്നത്. എല്ലാം ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സാണ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.